നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. എക്കണോമിക് സിലബസിന്റെ ആദ്യ ഭാഗത്തെ കുറച്ച് ഫാക്ച്വൽ പോയിന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ ഇന്ത്യ ദ ഇൻഫ്ലേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ വിച്ച് ഇൻഡെക്സ്? ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ആൻസർ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. Wholesale Price Index WPI. Which tax replaced service tax in India? ഇന്ത്യയിൽ സർവീസ് ടാക്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ടാക്സ് ഏതാണ്? ആൻസർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോർമർലി നോൺ ആസ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യകാല നാമം എന്തായിരുന്നു? ആൻസർ ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് 1921 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറിയത് 1955 സെക്കൻഡ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ആൻസർ പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. The largest private sector bank in India by market capitalization. കമ്പോള മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ബാങ്ക് ഏതാണ്? ആൻസർ HDFC ബാങ്ക്. HDFC ബാങ്ക്. The first insurance company in India. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി അത് ഫൗണ്ട് ചെയ്തത് കൊൽക്കത്തയിലായിരുന്നു. വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് എക്സിസ്റ്റിംഗ് ഇൻഷുറൻസ് കമ്പനി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ഏറ്റവും പഴയ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ആൻസർ നാഷണൽ ഇൻഷുറൻസ് കമ്പനി. നാഷണൽ ഇൻഷുറൻസ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1906 The seat of Insurance Regulatory and Development Authority IRDA. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം? ആൻസർ ഹൈദരാബാദ്. ഹൈദരാബാദ്. ഇൻ വിച്ച് ഇയർ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ്ബി വാസ് ഫോംഡ്? സിഡ്ബി സ്ഥാപിതമായ വർഷം ഏതാണ്? 1990. സിഡ്ബിയുടെ ആസ്ഥാനം ലക്നോ ആണ്. UP-യിലെ ലക്നോ. ഡ്യൂറിംഗ് വിച്ച് 5-year പ്ലാൻ ദുർഗാപൂർ, ഭീലായ്, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്സ് വെയർ കൺസ്ട്രക്റ്റഡ്? ദുർഗാപൂർ, ഭീലായ്, റൂർക്കേല സ്റ്റീൽ പ്ലാന്റുകൾ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കൺസ്ട്രക്ട് ചെയ്തത്? ആൻസർ സെക്കൻഡ് 5-year പ്ലാൻ. വാട്ട് ഈസ് ദ റേഷ്യോ ഫോർ ഷെയറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ GST ഷെയർ ചെയ്യുന്ന റേഷ്യോ എത്രയാണ്? ആൻസർ 50:50. 50-50. വിച്ച് ട്രീ ഈസ് ഫീച്ചേർഡ് ഇൻ ദ ലോഗോ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോയിൽ കാണിക്കുന്ന വൃക്ഷം ഏതാണ്? ആൻസർ പാം ട്രീ. പാം ട്രീ. ഓൺ വിച്ച് ഡേറ്റ് നീതി ആയോഗ് വാസ് ഫോംഡ്? നീതി ആയോഗ് രൂപം കൊണ്ടത് ഏതു തീയതിയിലാണ്? ആൻസർ 2015 ജാനുവരി 1. 2015 ജാനുവരി 1 നീതി ആയോഗ് ഫോം ചെയ്തത്. നീതി ആയോഗിന്റെ ഫസ്റ്റ് CEO സിന്ധുശ്രീ ഖുല്ലാർ ആണ്. നീതി ആയോഗിന്റെ ഫസ്റ്റ് CEO സിന്ധുശ്രീ ഖുല്ലാർ ആയിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാനെ നോമിനേറ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. നീതി ആയോഗിന്റെ ഫസ്റ്റ് മീറ്റിംഗ് 8 ഫെബ്രുവരി 2015 ഫെബ്രുവരി 8, 2015 ഫസ്റ്റ് മീറ്റിംഗ് ചെയർ ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയിരുന്നു. Which committee recommended the formation of the National Bank for Agricultural and Rural Development? നബാർഡിന്റെ ഫോർമേഷന്
കാരണമായ ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നബാർഡ് രൂപം കൊണ്ടത്? ആൻസർ ശിവരാമൻ കമ്മിറ്റി. ശിവരാമൻ കമ്മിറ്റി. Which crop was most benefited by the impact of the Green Revolution in India? ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ മുഖാന്തരം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായ വിള ഏതാണ്? ആൻസർ വീറ്റ്. വീറ്റ്. Which body is entrusted with the authority for making recommendations for the sharing of central taxes with the states? സെൻട്രൽ ടാക്സസ് സ്റ്റേറ്റിന് ഷെയർ ചെയ്യാൻ റെക്കമെൻഡേഷൻ നൽകുന്ന അതോറിറ്റി ഏതാണ്? ആൻസർ ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷൻ. ഓൺ വിച്ച് ഡേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കെയിം ഇൻ ടു എഫക്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST നിലവിൽ വന്ന ദിവസം ഏതാണ്? ആൻസർ 1st July 2017. Between April and September 2020, which country made the highest foreign direct investment in India? 2020 ഏപ്രിലിനും സെപ്റ്റംബറിനും മധ്യേ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ രാജ്യം ഏതാണ്? ആൻസർ സിംഗപ്പൂർ. സിംഗപ്പൂർ. The second woman to present യൂണിയൻ ബഡ്ജറ്റ്. ഇന്ത്യയിൽ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിത? ആൻസർ നിർമ്മല സീതാരാമൻ. അപ്പോ ഫസ്റ്റ് വുമൺ ടു പ്രസന്റ് യൂണിയൻ ബഡ്ജറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി ഫസ്റ്റ് വിമൺ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. How many slabs rates are implemented for goods and services tax in India? ഇന്ത്യയിൽ GST ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എത്ര സ്ലാബ് റേറ്റ്സുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? 4 എണ്ണമാണ്. 5%, 12%, 18% and 28%. On which date the Central Consumer Protection Authority came into effect? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഏത് തീയതിയിലാണ് നിലവിൽ വന്നത്? ആൻസർ 24th July 2020. 2020 ജൂലൈ 24. ഹു ഈസ് ദ പ്രസന്റ് ഗവർണർ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രസന്റ് ഗവർണർ ആരാണ്? ആൻസർ ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ്. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ദ 15th ഫിനാൻസ് കമ്മീഷൻ? 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആൻസർ NK സിംഗ്. NK സിംഗ്. ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ്? ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആരുടെ കൺട്രോളിലാണ്? ആൻസർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ കൺട്രോളിലാണ്. വിച്ച് ഈസ് നോൺ ആസ് പ്ലാസ്റ്റിക് മണി? പ്ലാസ്റ്റിക് മണി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ക്രെഡിറ്റ് കാർഡ്. വാട്ട് ഈസ് ഫങ്ഷൻഡ് ഇൻ ഫിറോസ് ജിജിബോയ് ടവേഴ്സ്? ഫിറോസ് ജിജിബോയ് ടവേഴ്സിൽ ഫങ്ഷൻ ചെയ്യുന്നത് എന്താണ്? ആൻസർ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഫിറോസ് ജിജിബോയ് ടവേഴ്സിൽ ഫങ്ഷൻ ചെയ്യുന്നത്.